പിറക്കുവാൻ ഉണ്ണി നീ വായു, ബേഥലെ മഞ്ഞള പോലെ ശാന്തിയും സൗഖ്യവും തായു. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, ഉൽപ്പത്തിയുടെ പുസ്തകം 32-ാം അധ്യായം 10-ാം വാക്യം. കേവലം ഒരു വടിയുമായിട്ടാണ് ഞാൻ ജോർദാൻ കടന്നത്, ഇപ്പോൾ ഇതാ ഞാൻ 2 ഗണമായി വർദ്ധിച്ചിരിക്കുന്നു. ഉൽപ്പത്തി 32:10 യാക്കോബ് പറയുക, അങ്ങനോട് കാണിച്ച കാരുണ്യത്തിനും വിശ്വസ്തതയ്ക്കും ഞാൻ ഒട്ടും അർഹനല്ല. നമ്മുടെയും ചില ഇന്നലകളെ നാം മറന്നിട്ടുണ്ട്, പച്ചയ്ക്ക് മറന്നിട്ടുണ്ട്, പച്ചയ്ക്ക് മറന്നു കളഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇന്നലകളെ മറന്നതാണ് നമ്മുടെ എല്ലാം പാപം. കേവലം ഒരു വടിയുമായിട്ട് ജോർദാൻ കടന്നവരാണ് നമ്മൾ. അന്ന് കയ്യിലൊന്നുമില്ലായിരുന്നു, മുതൽക്കൂട്ടൊന്നുമില്ലായിരുന്നു. ഇന്നിതാ ഞാൻ 2 ഗണമായി വർദ്ധിച്ചിരിക്കുന്ന കർത്താവേ, അങ്ങനോട് കാണിച്ച കാരുണ്യം, വിശ്വസ്തത, അതാണ് എൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. ഞാനൊരു ഒറ്റ വടിയെ ഊന്നി ഈ ജോർദാൻ കടന്ന മനുഷ്യനാണ്. കൈത്താങ്ങാരുമില്ലായിരുന്നു, കൈമുതലൊന്നുമില്ലായിരുന്നു, കൺമുമ്പിലൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ 2 ഗണമായി വർദ്ധിച്ചിരിക്കുന്നു. യാക്കോബ് നന്ദി പറയുക. ഒരു യാക്കോബ് നമ്മുടെ ഉള്ളിൽ മരിച്ചിട്ടുണ്ട്. ഒരു യാക്കോബ് നമ്മുടെ ഉള്ളിൽ മരിച്ചു പോയതാണ് നമ്മുടെയൊക്കെ ദുരന്തം. ഒരു വടിയുമായി നാം കടന്നുപോയ വഴികൾ ഇന്ന് നാം 2 ഗണമായി വർദ്ധിച്ചിട്ടും ദൈവത്തിന് നന്ദി പറയാനും ആഘോഷിക്കാനും നമുക്ക് സാധിക്കാതെ പോകുന്നു. ഉൽപ്പത്തി 32:10 ഒരൊറ്റ വടിയുമായി ഇവിടം കടന്നുപോയ മനുഷ്യനാണ് ഞാൻ. ഇന്ന് ഞാൻ 2 ഗണമായി വർദ്ധിച്ചിരിക്കുന്ന കർത്താവേ, നിനക്ക് മഹത്വം. ഈ ഒരു ആത്മീയ അനുഭവം നമ്മുടെ ഉള്ളിൽ നിരന്തരം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ആമേൻ. ആമേൻ.